DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഡിസംബർ 1 ഞായറാഴ്ച പ്രമാണിച്ചും ഡിസംബർ 2 മാസത്തെ ആദ്യ പ്രവൃത്തി ദിനങ്ങളിൽ റേഷൻ കടകളിലെ ഇപോസ് സംവിധാനത്തിൽ ഈ മാസത്തെ റേഷൻ വിതരണ ഡാറ്റകൾ സെറ്റ് ചെയ്യുന്നതിനായും റേഷൻ കടകൾക്ക് അവധിയാണ്. അതിനാൽ ഡിസംബർ 3 ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഈ മാസത്തിൽ നീലക്കാർഡുകാർക്ക് വീണ്ടും സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ഈ മാസം ലഭിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി AAY മന്ന റേഷൻ കാർഡുകാർക്ക് പതിവ് പോലെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള മൊത്തം ഗോതമ്പിന്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കാർഡിൽ 3 അതിൽ താഴെയോ അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കുകയില്ല. അടുത്തത് NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ നീലക്കാർഡിന് അവധി വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഡിസംബർ മാസത്തിൽ വെള്ളക്കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് സ്പെഷ്യൽ അരി ഈ മാസമില്ല. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസവും ലഭിക്കും. ക്രിസ്മസ് ഒക്കെ വരുന്ന ഈ ഡിസംബർ മാസത്തിൽ നീലക്കാർഡിന് മാത്രം 3 കിലോ സ്പെഷ്യൽ അരി ഉണ്ട് എന്നതാണ് പ്രത്യേകത. എന്നാൽ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തേത് ഡിസംബർ 15 വരെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ പദ്ധതി ഉണ്ടായിരിക്കുന്നതാണ്. റേഷൻ കാർഡിലെ അംഗങ്ങളുടെയും ഉടമകളുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താവുന്നതാണ്. ആധാർ നമ്പർ ചേർക്കാത്തവർക്ക് നമ്പർ ചേർക്കുവാനും അവസരമുണ്ട്. റേഷൻ കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെളിമ ബോക്സുകളിൽ മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ നിക്ഷേപിച്ചാൽ മതി. എല്ലാവരും ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേരുകൾ ഒരുപോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്തുവാനുള്ള ഈ സൗജന്യ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. രണ്ടാമതായി, മുൻഗണന വിഭാഗം റേഷൻ കാർഡ് ഉടമകളായ നീല വെള്ളക്കാർഡ് ഉടമകളിൽ മുൻഗണന കാർഡ് അഥവാ BPL കാർഡായ PHH പിങ്ക് കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് അവരുടെ നീല അല്ലെങ്കിൽ വെള്ളക്കാർഡ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. നവംബർ 25 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഡിസംബർ 10 തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ നൽകാവുന്നതാണ്. BPL കാർഡായ പിങ്ക് കാർഡ് ലഭിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യമായ ഭക്ഷ്യവിഹിതങ്ങൾക്ക് ഒപ്പം വിവിധ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവിനും മറ്റും അർഹത ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.